അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ് വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ശഅബാനിലെ ഏറ്റവും പുണ്യകരമായ ഒരു രാത്രിയാണ് വിശുദ്ധമായ ലൈലത്തുൽ ബറാഅ അഥവാ ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിന് നിരവധി മഹത്വങ്ങളുണ്ട്. ആ മഹത്തായ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമുക്ക് കാണിച്ചു തന്ന ഒരു സുന്നത്താണ്, ഒരു തിരുചര്യയാണ്. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി വിശുദ്ധ ഖുർആനും സുഹൃതങ്ങളും ഹദിയ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുക, അവരെ നേരിൽ സന്ദർശിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നൊക്കെയുള്ളത്. ഒരിക്കൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ കൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയുന്ന രാത്രി പെട്ടെന്ന് ഹബീബിനെ കാണാതെയാകുന്നു. ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഫൈദാഹു ബിൽ ബഖിയ. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖയിലെ ഖബർസ്ഥാനിലാണുള്ളത്. റാഫിയുൻ റഅ്സുഹു ഇല സമാഹ്, അവിടുന്ന് ആകാശത്തിലേക്ക് തലയുയർത്തിക്കൊണ്ട് പ്രാർത്ഥനാ നിരതനായിക്കൊണ്ട് കഴിയുകയാണ്. قال يا عائشة كنت تخافين أن يحيف الله ورسوله عليك ورسوله. അള്ളാഹും റസൂലും നിന്നോട് അക്രമം ചെയ്യുമെന്ന് നീ ഭാവിക്കുന്നോ ആയിഷ, നീ ഭയപ്പെടുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി. ആയിഷ ബിബി പറയാണ്, ഖുൽതു ലനന്തു അന്നകി അതീത ബഅദ നിസായിക്, അങ്ങ് മറ്റ് ഭാര്യമാരെ ആരെങ്കിലും അടുത്തേക്ക് പോയോ എന്ന് ഞാൻ ഭാവിച്ചു പോയി നബിയേ. ഉടനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തൻ നിസ്ബി മിൻ ശഅബാന ഇലാ സമാഇ ദുനിയാ ഫയഗ്ഫിർ ലി അക്സറ മിൻ അദദി ശഅരി ഗനമി കൽബ്. ഈ രാത്രിയിൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ കാലഘട്ടത്തിൽ മദീനയിൽ ഏറ്റവും കൂടുതൽ ആടിനെ വളർത്തുന്ന കൽബ് ഗോത്രക്കാർ അവരുടെ ആടിൻ്റെ ഓരോ ആടിൻ്റെയും ശരീരത്തിലുള്ള രോമത്തിൻ്റെ മൊത്തം രോമത്തിൻ്റെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകൾക്ക് ഈ രാത്രിയിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു തആല പാപമോചനം നൽകുന്ന, അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന അതിമഹത്തായ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളെ അവർക്ക് വേണ്ടി പ്രത്യേകമായി വിശുദ്ധ ഖുർആനും മറ്റ് സുഹൃതങ്ങളും ചെയ്ത് ഹദിയ ചെയ്തുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ മാതൃക നമ്മുടെ പൂർവീകർ നമുക്ക് അത് നിലനിർത്തിക്കൊണ്ട് കാണിച്ചു തന്നു. അല്ലാഹു നമുക്കും അത് നിലനിർത്താനും നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മുഴുവനും മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കാൻ അത് കാരണമാക്കി തരുമാറാവട്ടെ. നമ്മയും അല്ലാഹു തആല ഈ സൽവൃത്തരായ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.